പോണ്ടിൽ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാം. ഒരാൾ ചൂണ്ടയിട്ട് പിടിക്കാനായിട്ട് 50 റുപ്പീസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് ചൂണ്ടയിട്ട് കിട്ടുവാണെങ്കിൽ ആ ഫിഷിനെ വീട്ടിൽ കൊണ്ടുപോകാം. ഞാൻ കുളത്തൂർ പഞ്ചായത്തിലെ കൃഷി ഓഫീസറാണ്. പേര് സുഭിജിത്ത് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മനോഹരമായ ഈ ഒരു തോട്ടം, അതായത് 2 ഏക്കറോളം സ്ഥലമാണ് നമ്മൾ ഈ ഒരു സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ വളരെ മനോഹരമാണിത്. കാരണം ഞാൻ ഇതിനു മുമ്പേ തന്നെ സുന്ദരപാണ്ഡ്യപുരത്തും കഴിഞ്ഞ വർഷങ്ങളിൽ പോയി കാണുകയുണ്ടായി. അതിനെക്കാട്ടിയും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് നമ്മളിത് ഒരുക്കിയിരിക്കുന്നത്. കണ്ടാലറിയാം, അവിടുത്തെ പൂവിനെക്കാട്ടിയും തന്നെ വലിയ പൂക്കളാണ് നമ്മൾ ഈ പാടത്ത് കാണുന്നത്. എന്തുകൊണ്ട് അത്ര വലിയ പൂക്കൾ വന്നെന്ന് ചോദിച്ചാൽ അത്രത്തോളം പ്രയത്നം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. കാരണം ഈ മണ്ണ് കണ്ടാൽ അറിയാം, നമ്മൾ അത്ര ഫലഭൂഷ്ടമായ മണ്ണല്ല, എങ്കിൽ പോലും അത്തരത്തിൽ വളവും ചെയ്യും. അതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പരിപാലിക്കുക. അതായത് ഇവിടുത്തെ 2 കർഷകരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവർക്ക് വേണ്ടി നമ്മളുള്ള എല്ലാവിധമായ ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ അവർക്ക് എല്ലാ അറിവും നമ്മുടെ കുറച്ച് സ്കീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സബ്സിഡി കൊടുക്കേണ്ടായി. അത്തരത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കുളത്തൂർ പഞ്ചായത്തിലെ ഉരംവിളയിലാണ് നമ്മളിത് ഒരുക്കിയിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ബസ്സിലൊക്കെ വരികയാണെങ്കിൽ നമ്മളിവിടെ കുളത്തൂർ HS ബസ്സിൽ വന്നിട്ട് ഉരംവിള ഇവിടെ ഇറങ്ങിയാൽ മതിയാകും. അവിടെ തന്നെയാണ് സ്റ്റോപ്പ് ഉള്ളത്. ഒരു 2 മിനിറ്റ് നടന്നു വന്നാൽ മതിയാകും. അത്തരത്തിൽ ബസ്സിൽ വരുന്നവർക്കും വരാം, അല്ലെങ്കിൽ വാഹനത്തിൽ വരാവുന്നതാണ്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് ഈ സ്ഥലമുള്ളത്. വരുന്ന 15-ാം തീയതി വരെയാണ് നമ്മളിത് ഒരുക്കിയിരിക്കുന്നത്. കാരണം 31 നമ്മൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. 31-ാം തീയതി തൊട്ട് ഈ വരുന്ന 15-ാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു ഷോ നമ്മളിവിടെ നടത്തുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജമന്തി പൂക്കൃഷിയുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 കളറുള്ള ജമന്തി പൂക്കളായിരുന്നു ഈ പറയുന്ന 2 ഏക്കറോളം സ്ഥലത്ത് മനോഹരമായി നമ്മൾ ഒരുക്കിയിരുന്നത്. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ജനങ്ങളാണ് ഇത് കാഴ്ചയുണ്ടായത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ നാട്ടില് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. സോ അപ്പൊ എല്ലാവരും നിങ്ങളിത് തീരുന്നതിന് മുന്നേ തന്നെ വരിക, വന്ന് കാണുക.